ഇസ്രായേലിനും അമേരിക്കയും യുദ്ധം വേണ്ട. ഏതാ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, കാര്യങ്ങൾ പോവുക. ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്രായേൽ പറഞ്ഞ കാര്യം എന്താ പറയുക, നമുക്ക് യുദ്ധം വേണ്ടാന്ന്. ഏത് 4 ദിവസമായിട്ട് തുടങ്ങിയിട്ട് ഇത് ഇറാന്റെ അടി കിട്ടിയിട്ടുണ്ടല്ലോ. നല്ല ബെസ്റ്റർ ബോംബുകൾ എന്താ പറയുക, ഒരു മിസൈലിലാകുന്നത് 10ഉം 80ഉം ബോംബുകൾ പോയി താഴോട്ട് പോയി വീണിട്ട് സകലം നശിച്ചിട്ട് ഇപ്പൊ നമുക്ക് യുദ്ധം വേണ്ടാണ്. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇസ്രായേൽ എന്ന തമ്മാടികൾ എന്ന് പറയാം. ഇസ്രായേൽ എന്ന തമ്മാടികൾ, അമേരിക്ക എന്ന തമ്മാടികൾ, പാവപ്പെട്ട പിഞ്ചു മക്കളെ കൊന്നു തള്ളിയ തമ്മാടികൾ എന്ന് പറയും. ആ ഈ തമ്മാടികൾ ഉണ്ടല്ലോ, ഒരു കൊരക്കുകയാണ്, ഇപ്പോൾ ഒരു നിലവിളിക്കുകയാണ്. അതുപോലെ കുറെ സംഖ്യകളും കുറെ ത്രിസംഖ്യകളും തീട്ടത്തിന്റെ വില പോലും ഇല്ലാതെന്നറിയോ. ഈ സംഖ്യകൾ പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പൊ ഒന്ന് കുറച്ചുകൂടെ എപ്പം മിണ്ടുന്നില്ല, ഓളെ ഇപ്പൊ തീട്ടാന്ന് പറഞ്ഞു, ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ അമുക്കള് പറയാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണ കാര്യം എന്താ അറിയോ, കിട്ടും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, ഒരു സംശയവുമില്ല. ഇത്രയും കാലം ഇറാൻ എന്നറിയോ ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞതാണ് നിങ്ങൾ അല്ലേ. ഇപ്പൊ തിരിച്ചിട്ട് യുദ്ധം എപ്പോഴും അവസാനിക്കണം എന്നുള്ളത് ഇറാൻ തീരുമാനിക്കും. ഇപ്പൊ ഇസ്രായേൽ ആവശ്യപ്പെടുക നമുക്ക് യുദ്ധം അവസാനിപ്പിക്കാമെന്ന്. വേറെ രാജ്യങ്ങളിൽ പോയി കാണും, ഇസ്രായേൽ പോയി കാണും, അമേരിക്കയിൽ പോയി കാണും, ഇറാനോട് യുദ്ധം അവസാനിപ്പിക്കുക പറയും എന്ന് പറയുന്ന അവസ്ഥയിൽ ഈ കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടാണ്. നല്ല അസല് പണി എന്താ പറയുക, ഇസ്രായേൽ നഗരം രാത്രിയൊക്കെ കത്തുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഗരം എന്താ പറയുക, ഒരു ഭാഗം മൊത്തം നശിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എവിടെ നോക്കിയാലും മിസൈൽ സൈറനുകൾ, ജനങ്ങൾക്ക് എന്താ പറയുക അങ്ങനെ വേറി പിടിച്ച്. ഇത്രയും കാലം ഇസ്രായേൽ കുഴപ്പം തന്നെ അറിയോ, യുദ്ധം എന്ന് പറയുന്ന സമയത്ത് അവർക്ക് അറിയാം ഒന്നും സംഭവിക്കാൻ പോലില്ല, പിന്നെ ആൻഡവും വാക്കൽ സംഗതികളുണ്ട്, അവിടെ ഒരു മിസൈൽ എത്തൂലുള്ള കാര്യങ്ങൾ അറിയാം. ഇപ്പം അതല്ല. ഇപ്പം ഇറാൻ വിടുന്ന മിസൈലുകൾ ഒരു 100 എണ്ണം വിട്ടാൽ 80 എണ്ണം അവിടേക്ക് എത്തുന്നുണ്ട്, അത് പൊട്ടുന്നുണ്ട്, നഷ്ടം സംഭവിക്കുന്നുണ്ട്, ഇസ്രായേൽ നിലവിളിക്കുന്നുണ്ട് എന്ന സത്യമാണ് മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ മനസ്സിലാക്കുന്ന അറിയും, ഇപ്പം പണ്ടത്തെ പോലെ അല്ല, കാലം മാറി. എന്താ പറയുക, ഗതി ആരോടെ കളിച്ച് ഇറാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ഇറാന്റെ മിസൈൽ പണ്ടത്തെ ലോക്കൽ മിസൈലുകൾ നല്ല അങ്ങോട്ട് പോണത് നല്ല അടിപൊളി ഹൈപ്പർ മിസൈലുകളാണ്. ശബ്ദത്തെക്കാട്ടിലും 8 ഇരട്ടിയും 9 ഇരട്ടിയൊക്കെ സ്പീഡുള്ള സാധനങ്ങളാണ് പോണത്. ഒരു രക്ഷയില്ല. നിലവിളിക്കുക, ആ നിലവിളി ശബ്ദം ഇടൂന്ന് പറഞ്ഞ് നിലവിളിക്കുക. കുറെ സംഖ്യ വന്ന് കൊറിക്കണ്ട. ഓരോട് പറയാനുള്ള കാര്യം എന്താ അറിയോ, നിങ്ങളിന്ന് പറഞ്ഞാൽ അങ്ങനെ സംഖ്യകളെ പറ്റുമ്പോൾ പറയാനുള്ള എന്താ അറിയോ, നമ്മൾ നല്ല ബിരിയാണി ഇങ്ങനെ തിന്നു, നല്ല പാളാർച്ച് ബിരിയാണി തിന്ന്, എന്നിട്ട് അത് കടുക്കുന്ന സമയത്ത് നല്ല 2-3 മൈസൂർ പോയ തിന്ന്, എന്നിട്ട് രാവിലെ പോകുന്നില്ലേ, ആ രൂപത്തിൽ ഓരോ കണ്ടാൽ മതി, ഓരോ വാക്കിന്. അത് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു വെരി മച്ച്.